രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം രാജിവെക്കണമെന്ന നിലപാടിൽ നിന്ന് നേതാക്കൾ പിന്നോട്ട്. രാജി വേണ്ടെന്ന നിലപാടിലേക്ക് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫും. പരാതി പോലുമില്ലാതെ എങ്ങനെ രാജി ആവശ്യപ്പെടുമെന്ന് KPCC നേതൃത്വം, പാർട്ടിയിലെ മറ്റ് നേതാക്കളും സമാന നിലപാടിലേക്ക് എത്തുന്നുണ്ട്. 24 ബ്രേക്കിംഗ് വിവരങ്ങളുമായി മനീഷ് മഹിപാലും AV ജയശങ്കറും ചേരുകയാണ്. ആദ്യം മനീഷ് മഹിപാലിലേക്കാണ്. മനീഷ്, ഇപ്പോൾ കോൺഗ്രസിന്റെ ഒരു നിലപാട് എന്ന് പറയുന്നത് പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുക, അപ്പോൾ ഇനി MLA സ്ഥാനം രാജിവെക്കേണ്ട, ഒരു സ്വതന്ത്ര MLA ആയി തുടരുമെന്നാണ്. ഇതൊക്കെ സാങ്കേതികമായി എത്രത്തോളം സാധ്യമാണ്? ഒപ്പം തന്നെ പാർട്ടിയുടെ മുഖം രക്ഷിക്കാൻ ഈ നടപടികൾ സഹായിക്കുമോ? നിലവിൽ ഹൈക്കമാൻഡ് ഇത് കേരള ഘടകത്തോട് ഈ വിഷയത്തിലൊരു തീരുമാനമെടുത്ത് അറിയിക്കാനാണ് ആവശ്യപ്പെട്ടുള്ളത്. ഇത് സംബന്ധിച്ചുള്ള തീരുമാനമെടുക്കുക തിരക്കിട്ട ചർച്ചകളൊക്കെ തന്നെ നടക്കുകയാണ്. നിലവിൽ സണ്ണി ജോസഫ് ഇതുമായി ബന്ധപ്പെട്ടൊരു രാഷ്ട്രീയകാര്യ സമിതി യോഗം വിളിച്ചു ചേർക്കാൻ ഇന്നലെ അത്തരത്തിലുള്ള നിർദ്ദേശം നൽകിയിരുന്നു. പക്ഷേ ഇന്നലെ സാങ്കേതിക വിദഗ്ധർ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഓൺലൈനായി രാഷ്ട്രീയകാര്യ സമിതി യോഗം ചേരാനായില്ല. ഇന്നോ നാളെയോ രാഷ്ട്രീയകാര്യ സമിതി യോഗം ചേർന്ന ശേഷം ഈ ഒരു വിഷയത്തിൽ തീരുമാനമെടുക്കും. നിലവിൽ നേതാക്കളുടെ ആദ്യത്തെ ഇത് സംബന്ധിച്ചുള്ള അഭിപ്രായം രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കണമെന്ന് തന്നെയായിരുന്നു. അത് മുതിർന്ന നേതാക്കളാണെങ്കിൽ കൂടി VM സുധീരൻ, KM മുരളീധരൻ പോലുള്ള മുതിർന്ന AK ആന്റണിയെ പോലുള്ള മുതിർന്ന നേതാക്കളൊക്കെ തന്നെ രാജിവെക്കണമെന്ന ആവശ്യം ഉന്നയിച്ചു. ഒപ്പം തന്നെ നിലവിൽ നേതൃത്വത്തിൽ ഇരിക്കുന്ന KPCC അധ്യക്ഷനാണെങ്കിലും UDF കൺവീനറാണെങ്കിലും ACC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ആണെങ്കിൽ കൂടി മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയൊക്കെ തന്നെ രാജി വേണം, അതായത് പാലക്കാട് MLA സ്ഥാനം രാജിവെക്കണമെന്ന ആവശ്യത്തിൽ തന്നെ നിന്നു. ഒപ്പം തന്നെ വനിതാ നേതാക്കൾ, ഒരു നിര ആയിട്ടുള്ള വനിതാ നേതാക്കളും രാജിയിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. പക്ഷേ നിലവിൽ രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമാകുന്ന ഏക ഘടകം അവിടെ ഉപതെരഞ്ഞെടുപ്പ് വരുമോ എന്ന ആശങ്കയാണ്. കാരണം ഒരു വർഷം ഇല്ല എങ്കിൽ കൂടി, ഒരു വർഷം വേണം ഒരു ഉപതെരഞ്ഞെടുപ്പ് നടത്തണമെങ്കിൽ. പക്ഷേ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് വേണമെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ പലയിടങ്ങളിൽ ഒരു വർഷത്തിൽ താഴെ കാലാവധിയുള്ള സമയത്ത് ഇതിനു മുൻപ് തെരഞ്ഞെടുപ്പ് നടത്തിയിട്ടുണ്ട്. BJPക്ക് വലിയ സാധ്യതയുള്ള മണ്ഡലമാണ് പാലക്കാട്. അതുകൊണ്ട് തന്നെ ഇനിയൊരു, അതായത് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് ഇങ്ങനൊരു ബൈ ഇലക്ഷൻ വന്ന് അവിടെ കോൺഗ്രസിന് ഏതെങ്കിലും തരത്തിൽ അവിടെ സീറ്റ് നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ സീറ്റ് നഷ്ടപ്പെടാതെ തന്നെ അവിടെ ഭൂരിപക്ഷം കുറയുക ചെയ്തു കഴിഞ്ഞാൽ അത് അടുത്ത തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ മൊത്തത്തിൽ കോൺഗ്രസിൻ്റെ UDFന് ഭരണം കിട്ടുന്നതിലേക്ക് എത്താൻ അടക്കമുള്ള കാര്യങ്ങളിൽ വലിയ പ്രതിസന്ധിയാക്കുമെന്ന ആശങ്കയുണ്ട്. അതുകൊണ്ടാണ് ഇതുമായി ബന്ധപ്പെട്ട നിയമ ഉപദേശം തേടിയതിൻ്റെ അടിസ്ഥാനത്തിൽ അത് രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കുന്നത് ഉചിതമാകില്ല എന്ന് പറഞ്ഞു. പക്ഷേ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ വലിയ മുറവിളിയുണ്ട്. ഒരു ചെറിയ ശതമാനം രാഹുൽ അനുകൂല, പ്രത്യേകിച്ചും ഷാഫി പറമ്പിനെ പോലുള്ള നേതാക്കൾ മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ ഒരു ചെറിയ ശതമാനം നിരയിലെ അണികൾ മാത്രമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കേണ്ട. ഒപ്പം തന്നെ ഉമാ തോമസിനെ പോലുള്ള രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കണമെന്ന് ആവശ്യപ്പെടുന്ന നേതാക്കളെ വിമർശിച്ചുകൊണ്ട് വാട്സപ്പ് ഗ്രൂപ്പിലടക്കം രംഗത്ത് വരുന്നത്. അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ പാലക്കാട് സ്ഥാനം രാജിവെച്ചില്ലെങ്കിൽ അത് പൊതുസമൂഹത്തിന് കൊടുക്കുന്ന തെറ്റായ സന്ദേശമായിരിക്കും. പാർട്ടിയിൽ നിന്നും ദീർഘകാലത്തേക്ക് സസ്പെൻഡ് ചെയ്താൽ മാത്രം പോരെ, അത് സംഘടനാകാർ നടപടിയെടുക്കുന്നത് മാത്രമല്ല, അത് പൊതുസമൂഹത്തിന് മുൻപിൽ തെറ്റായ സന്ദേശം കൊടുക്കുന്നത് തെരഞ്ഞെടുപ്പിനെ അടക്കം ബാധിക്കുന്നത്, തദ്ദേശ തെരഞ്ഞെടുപ്പിനടക്കം BJPക്ക് വലിയ സാധ്യത ഉണ്ടാക്കും. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് നിലവിൽ ACC നേതൃത്വവും KPCC നേതൃത്വവും പരസ്പരം പന്താടുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയെങ്കിൽ കൂടി ഇന്നോ നാളെയോ രാഹുൽ പാലക്കാട് നിയമസഭാ സ്ഥാനം രാജിവെക്കുമോ അല്ലെങ്കിൽ രാഹുലിനെ സസ്പെൻഡ് ചെയ്യുമോ എന്നുള്ള കാര്യം ഇന്നോ നാളെയോ നമുക്ക് നോക്കിക്കാണാം. കോൺഗ്രസിന്റെ നടപടി ഉണ്ടാകുമെന്നുള്ളതാണ്. അത് ഇന്നോ നാളെ ഉണ്ടാകും എന്ന് ഇപ്പോൾ മനീഷ് മഹിപാൽ അറിയിക്കുന്നു. AV ജയശങ്കർ കൂടി ചേരുന്നുണ്ട്. ജയശങ്കർ, ഈ രാജ്യാവശ്യത്തിൽ നേതാക്കൾ പിന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമുണ്ടല്ലോ. ഈ രാഹുലിന്റെ അടുത്ത നീക്കങ്ങൾ എന്താണ്? ഈ വാർത്താ സമ്മേളന സാധ്യതകളൊക്കെ ഉണ്ടോ? ജയശങ്കർ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ഉന്മേഷ്, ക്രിസ്റ്റീന. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ തൽക്കാലം രാജിക്കില്ലെന്നൊരു നിലപാടിലാണ് ഉറച്ചു നിൽക്കുന്നത്. ഇന്നലെ വൈകുന്നേരം ഉൾപ്പെടെ മാധ്യമങ്ങളെ കാണുകയും തനിക്ക് പറയാനുള്ള കാര്യങ്ങൾ മാത്രം പറഞ്ഞ് അവന്തികയ്ക്കെതിരെ ചില ശബ്ദ സന്ദേശങ്ങൾ പുറത്തുവിട്ടതിന് ശേഷം പ്രതിരോധം തീർത്ത രാഹുൽ മടങ്ങി. പിന്നീട് പുറത്തേക്ക് MLA ബോർഡ് വെച്ച വാഹനത്തിൽ പുറത്തേക്ക് പോയി 45 മിനിറ്റോട് ശേഷം തിരുവനന്തപുരത്തേക്ക് എന്ന് തോന്നിക്കുന്ന തരത്തിൽ പോകിയ ആൾ വീണ്ടും വീട്ടിലേക്ക് തിരിച്ചെത്തി. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ നിലവിലെ ബോഡി ലാംഗ്വേജ് അനുസരിച്ച് ഒരു രാജിയിലേക്ക് ഇല്ല എന്ന് തന്നെയാണ് രാഹുലുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളൊക്കെ തന്നെ പറയുന്നത്. പാർട്ടിയിൽ നിന്ന് അത്തരത്തിലൊരു നിർദ്ദേശം വന്നിട്ടുണ്ട്. പക്ഷേ രാഹുൽ ഇപ്പോഴും ചെറുത്തു നിർത്താനാകും, ഈ വിഷയം അവസാനിപ്പിക്കാനാകുമെന്നൊരു പ്രതീക്ഷ രാഹുൽ മാങ്കൂട്ടത്തിനുണ്ട്. കൂടുതൽ ഈ ആരോപണങ്ങൾ സംബന്ധിച്ച് കൂടുതൽ തെളിവുകൾ തൻ്റെ പക്കലുണ്ട്, തൻ്റെ ഒരു വേർഷൻ അത് പറയാനുണ്ട്. അത് ഓരോ ദിവസങ്ങളിൽ
ദിവസങ്ങളായി ഇത്തരത്തിൽ മാധ്യമങ്ങളെ കണ്ട് അത് അവതരിപ്പിക്കുമെന്നാണ് രാഹുൽ ക്യാമ്പ് നിലവിൽ പറയുന്നത്. പാർട്ടിയിലെ ഭൂരിപക്ഷം നേതാക്കളും ഇത്തരത്തിൽ രാഹുൽ രാജിവെക്കണമെന്നൊരു ആവശ്യം ഇതിനോടകം തന്നെ ഉയർത്തിക്കഴിഞ്ഞു. ഇതിന് പിന്നിൽ കൃത്യമായ ഗൂഢാലോചന നടക്കുന്നുവെന്നാണ് രാഹുൽ ക്യാമ്പ് പറയുന്നത്. ചില മുതിർന്ന നേതാക്കൾ 1, 2, 3 പൊസിഷനിലൊക്കെ ഇരിക്കുന്ന മുതിർന്ന നേതാക്കൾ അവർ മറ്റു നേതാക്കളെ വിളിച്ച് ഇത്തരത്തിൽ പരസ്യമായി രാജി ആവശ്യം ഉന്നയിപ്പിച്ച് ഗൂഢാലോചന തനിക്കെതിരെ നടക്കുന്നതൊരു ആക്ഷേപം രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട ആളുകൾക്കുണ്ട്. ആ കാര്യത്തിൽ അതൃപ്തിയുണ്ട്. പക്ഷേ നിലവിലൊരു സാഹചര്യം അത് കോൺഗ്രസിനുള്ളിൽ രാഹുലിനെ സംബന്ധിച്ച് പ്രതിസന്ധിയാണ്. കാരണം ഭൂരിപക്ഷം ആളുകളും രാജിയെന്ന ആവശ്യം ഉന്നയിക്കുമ്പോൾ രാഹുൽ അതിന് വഴങ്ങാതെ നിൽക്കുന്ന സാഹചര്യം. രാഹുലിനെ സസ്പെൻഡ് ചെയ്യാനുള്ള ആലോചന പാർട്ടിക്ക് ഉള്ളിലുണ്ട്. എന്തായാലും അധികം വൈകാതെ രാഹുലിന്റെ ഭാഗത്തുനിന്നുള്ള ഒരു നിലപാട് തീരുമാനമൊക്കെ അറിയാൻ സാധിക്കും. മനീഷ് പറഞ്ഞതുപോലെ 1 or 2 ദിവസത്തിനുള്ളിൽ തന്നെ ഈ കാര്യങ്ങൾക്കൊക്കെ ഒരു തീരുമാനമാകും. കാരണം ഇത് വലിച്ചു നീട്ടിയാൽ അത് കോൺഗ്രസിനെ സംബന്ധിച്ച പ്രസ്ഥാനത്തെ സംബന്ധിച്ച് അത് തെരഞ്ഞെടുപ്പുകളിൽ ഉൾപ്പെടെ വെല്ലുവിളിയാകുമെന്ന ഒരു നിരീക്ഷണം നേതൃത്വത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ നേതൃപരമായ ഇടപെടലിലൂടെ കാര്യങ്ങൾ അവസാനിപ്പിക്കാൻ തന്നെയാണ് കോൺഗ്രസിന്റെ നിലവിലെ ആലോചന. രാഷ്ട്രീയകാര്യ സമിതി ഉൾപ്പെടെ ചേരുകയാണെങ്കിൽ പെട്ടെന്ന് കാര്യങ്ങൾക്ക് കൂടുതൽ വ്യക്തതയും ഒപ്പം തന്നെ ഒരു തീരുമാനവും ഉന്മേഷം ഉണ്ടാകും. എന്തായാലും രാഹുൽ ക്യാമ്പ് രാജി വേണ്ട എന്നൊരു തീരുമാനത്തിലാണ്. പ്രതിരോധം തീർക്കാൻ തന്നെയാണ് രാഹുലിന്റെ തീരുമാനം. ചടുലമായ ചില നീക്കങ്ങളൊക്കെ രാഹുൽ ക്യാമ്പ് ആലോചിക്കുന്നുണ്ട്. അതൊക്കെ വരും മണിക്കൂറുകളിൽ എന്തായാലും പുറത്തു വരും. അതിന്റെ വിവരങ്ങളൊക്കെ നൽകാനാകും. ഉന്മേഷ്, ക്രിസ്റ്റീന. നിലപാടിൽ ഉറച്ചും പ്രതിരോധത്തിലുമാണ് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ക്യാമ്പ്. വിവരങ്ങൾ നൽകുകയായിരുന്നു എ വി ജയശങ്കർ പത്തനംതിട്ടയിൽ നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.